വഴിയെ പോകുന്ന തെരുവ് പട്ടികൾ ഉറക്കെ നോക്കി നിന്ന് കുരച്ചുകൊണ്ടിരിക്കും. പക്ഷേ കാരവൻ അവരുടെ കുരകളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കും. ഇന്ത്യൻ ഫുട്ബോളിലെ നെറുകെട്ട സാധനങ്ങളെക്കുറിച്ച് ഇന്റർ കാശിയുടെ പരിശീലകനായിട്ടുള്ള ആന്റോണിയോ ലോപ്പസ് സബാസ് പറഞ്ഞ വാക്കാണിത്. നമ്മൾ മലയാളത്തിൽ പറയത്തില്ലേ, ഈ ചന്ദ്രനെ നോക്കി താഴെ കിടക്കുന്ന പട്ടികൾ പോലെയൊക്കെയെന്ന്. ഏകദേശം അതിനോട് സമാനമായിട്ടാണ് പുള്ളി പറഞ്ഞ വാക്കുകൾ. പുള്ളി ഇങ്ങനെ പറയാൻ കാരണമുണ്ട്. കഴിഞ്ഞ മത്സരത്തിലും അതിന് മുമ്പത്തെ മത്സരത്തിലും ഇന്റർ കാശി നേരിട്ട അനീതിയെക്കുറിച്ചാണ് പുള്ളി പറയുന്നത്. റഫറിയുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴവുകൾ മൂലമാണ് രണ്ട് മത്സരങ്ങളിലും അദ്ദേഹം പരാജയപ്പെട്ടു. ജംഷഡ്പൂർ എഫ് സിക്കെതിരെയുള്ള മത്സരത്തിലും ടീം പരാജയപ്പെട്ടു. മുംബൈ സിറ്റി എഫ് സിക്കെതിരെയുള്ള മത്സരത്തിലും ഇന്റർ കാശി പരാജയപ്പെടാനുള്ള കാരണം റഫറിങ് എററാണ് എന്നാണ് പുള്ളി പറയുന്നത്. മുംബൈ സിറ്റി എഫ് സിക്കെതിരെയുള്ള മത്സരത്തിനിടയിൽ റഫറിയുടെ തെറ്റായ തീരുമാനത്തിനെതിരെ പ്രതിഷേധിച്ചതുകൊണ്ട് ആന്റോണിയോ ലോപ്പസ് സബാസിനെ കാർഡ് കാണിച്ച് പുറത്താക്കാനും ഈ ഒരു റഫറി മാമൻ മറന്നില്ല. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: നീണ്ട 11 വർഷമായിട്ട് ഞാൻ ഈ ഇന്ത്യൻ ഫുട്ബോളിലുണ്ട്. അപ്പോൾ ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഈ ഇന്റർ കാശി എന്ന് പറയുന്ന ക്ലബ്ബ് നേരിടുന്നത് പോലെ വേട്ടയാടലുകളൊന്നും വേറെ ആരും നേരിട്ടിട്ടില്ല. സത്യമാണ്, അവര് വളരെ ചെറിയ കാലഘട്ടത്തിനിടയിൽ ഇന്ത്യൻ ഫുട്ബോളിൽ മെയിൻ സ്ട്രീമിലേക്ക് വളർന്നു വന്നു. അവർ ഐ ലീഗ് ചാമ്പ്യന്മാരായ സമയത്ത് ചർച്ച ബ്രദേഴ്സും പിന്നെ ബംഗാളിലെ അവയിലെ കുറേ ആളുകളും കൂടി ചേർന്നിട്ട് അവരെ ടൈറ്റിൽ കോണ്ടന്റേഴ്സിൽ നിന്നും അസാധുവാക്കിയിട്ട് ചർച്ച ബ്രദേഴ്സിനെ ചാമ്പ്യൻസ് ആയിട്ട് നിയമിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അന്താരാഷ്ട്ര കായിക തർക്കപരിഹാര കോടതിയിൽ പോയിട്ട് ഇന്റർനാഷണൽ കോർട്ട് ഫോർ ജസ്റ്റിസ് ആൻഡ് ആർബിട്രേഷൻ ഓഫ് സ്പോർട്സിൽ പോയിട്ടാണ് അവര് നീതി വാങ്ങിച്ചെടുക്കുന്നത്. അപ്പം തങ്ങൾ ഈ അനീതി നേരിടുന്നത് തുടക്കത്തിലൊന്നും അല്ല. 11 വർഷമായിട്ട് ഇന്ത്യൻ ഫുട്ബോളിലുള്ള എനിക്ക് അറിയാം ഒരു ക്ലബിനെ എങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് പണിയുന്നതെന്ന്. അപ്പം ഇന്റർകാശി എന്ന് പറയുന്ന ക്ലബ്ബ് അത് വീണ്ടും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. രൂപീകരിക്കപ്പെട്ട് കുറച്ചു കാലത്തിനുള്ളിൽ ഇത്രയധികം വേട്ടയാടലുകൾ നടന്നിട്ടുണ്ടെങ്കിൽ പോലും ആ വേട്ടയാടലുകളെയൊക്കെ അവഗണിച്ചും അതിജീവിച്ചൊക്കെ തന്നെയാണ് ഞങ്ങൾ മുന്നിലോട്ട് വരുന്നതെന്നാണ് ഹബാസ് പറഞ്ഞത്.